ജോൺ പുറത്തുപോയി. ജോൺ വെന്റ് ഔട്ട്. ഞാനും പുറത്തുപോയി. ഐ ഓൾസോ വെന്റ് ഔട്ട്. ജോൺ ആൻഡ് ഐ വെന്റ് ഔട്ട്. ജോൺ ആൻഡ് മീ വെന്റ് ഔട്ട്. ജോണും ഞാനും പുറത്തുപോയി എന്ന് പറയണമെങ്കിൽ ജോൺ ആൻഡ് ഐ വെന്റ് ഔട്ട് എന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ ജോൺ ആൻഡ് മീ വെന്റ് ഔട്ട് എന്നാണോ? ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? ജോൺ ആൻഡ് ഐ വെന്റ് ഔട്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിന് കാരണം എന്താണെന്നോ? ജോൺ ആൻഡ് ഐ എന്നത് ആ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ്. ഇനി ജോൺ ആൻഡ് മീ എന്ന് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും ഉപയോഗിക്കാം. അത് ഒരു സെൻറ്റൻസിൽ ഓബ്ജക്റ്റായി വരുമ്പോൾ. യു കുക്ക്ഡ് ഡിന്നർ ഫോർ ജോൺ ആൻഡ് മീ. നിങ്ങൾ ജോണിനും എനിക്കും വേണ്ടി ഡിന്നർ ഉണ്ടാക്കി. അവിടെ ജോൺ ആൻഡ് ഐ അല്ല വേണ്ടത്, ജോൺ ആൻഡ് മീ. ഗുഡ് ആൻഡ് വെൽ, ഇതിൻ്റെ ഡിഫറൻസ് എന്താ? ഗുഡ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. വെൽ എന്നത് ഒരു ആഡ്വേർബ് ആണ്. ഗുഡ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ തിങ് ഓർ എ പേഴ്സൺ. ഒരു വസ്തുവിനെയോ ഒരു പേഴ്സണെയോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഗുഡ് എന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ, യു ഡിഡ് എ ഗുഡ് ജോബ്. നിങ്ങൾ വളരെ നല്ല ഒരു ജോലി ചെയ്തു. ഇവിടെ ജോബ് എന്ന വാക്കിനെ ആണ് ഗുഡ് എന്ന വാക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇനി വെൽ എന്നതോ? വെൽ എന്നത് ഒരു ആഡ്വേർബ് ആണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ സംതിങ് വാസ് ഡൺ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് അത് പറയുന്നത്, വെൽ എന്ന വാക്ക്. യു ഡിഡ് ദ ജോബ് വെരി വെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ജോലി നന്നായി ചെയ്തു എന്നാണ്. അപ്പോൾ ഗുഡ് ആൻഡ് വെൽ മനസ്സിലായില്ലേ?